നമസ്കാരം. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അധികാരം നിലനിർത്താൻ വേണ്ടിയും രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന വർഗീയ കുത്തിത്തിരിപ്പുകൾ നമ്മുടെ ജനാധിപത്യത്തെ എത്രത്തോളം മലീമസമാക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിലെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ 3.5 കോടി ജനങ്ങൾ 3.5 കോടി വിഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ജാതിയുടെ പേരില്, മതത്തിന്റെ പേരില്, രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിൽ കണ്ടാൽ മിണ്ടാൻ പാടില്ല, പരസ്പരം ശത്രുക്കളാണ് എന്ന് പ്രചരിപ്പിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ജാതിയും മതവും അവരുടെ വിശ്വാസം ഇല്ലാത്ത ഒരു രാഷ്ട്രീയമില്ല. അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നടക്കുന്ന വർഗീയ കുത്തിത്തിരിപ്പുകൾ നമ്മുടെ ജനാധിപത്യത്തെ എത്രത്തോളം മലീമസമാക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വടകരയെ പിടിച്ചുറച്ചിട്ടുള്ള കാഫർ സ്ക്രീൻഷോട്ട് വിവാദം. തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം, എതിരാളികളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഏതളവ് വരെയും പോകും. അത്തരത്തില് എന്ത് തോന്നിയ ദിവസവും ചെയ്യാൻ മടിക്കാത്ത ഒരു രാഷ്ട്രീയ ശൈലി ഇന്ന് കേരളത്തില് പടർന്നു പിടിച്ചിരിക്കുക. ഇതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള മുഖമായാണ് വടകരയില് CPM ഈ കാഫർ സ്ക്രീൻഷോട്ട് പുറത്തിറക്കിയത്. വടകരയില് CPM-ന് മേൽക്കൈ നഷ്ടപ്പെടും എന്ന് ഉറപ്പായപ്പോ ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ചിട്ട് ഹിന്ദു വോട്ടുകൾ നേടാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള വർഗീയ പ്രചാരണം കേരള സമൂഹത്തിന് വലിയൊരു അപമാനമാണെന്ന് അത് വരുത്തി വെച്ചത്. കാലങ്ങളായി കേരളം കാത്തുസൂക്ഷിച്ചിട്ടുള്ള ഒരു മതേതര ബോധമുണ്ട്. ആ മതേതര ബോധത്തിന്റെ മേൽ ഒരു വലിയ ഒരു കരിനിഴൽ വീഴ്ത്തുന്നതായിരുന്നു ഈ കാഫർ സ്ക്രീൻഷോട്ട് വിവാദം, അല്ലെങ്കിൽ അത്തരത്തിൽ വർഗീയമായിട്ട് മതപരമായിട്ട് ഭിന്നിപ്പിക്കാനുള്ള നീക്കം എന്ന കാര്യത്തിൽ മലയാളികൾക്ക്, അതായത് മാനമര്യാദയ്ക്ക് ജീവിക്കണം, മതേതരത്വത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കണം എന്ന് കരുതുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടാവില്ല. ഈ LDF-നെ സംബന്ധിച്ചിടത്തോളം, അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം UDF-ലെ ചില നേതാക്കൾ, ചില യുവ നേതാക്കൾ, ആ യുവ നേതാക്കള് ഭാവിയിൽ തങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും, ഭീഷണിയാകും എന്ന് കരുതി അവരെ മുളയിലേ ഇല്ലാതാക്കുക എന്നതൊരു CPM-ന്റെ പണ്ടേ ഉള്ളൊരു നയമാണ്. നമുക്കറിയാമല്ലോ, സന്ദേശം ഒന്ന് സിനിമയിൽ പറഞ്ഞത്. അതേ ഒരു രീതിയിൽ അതിന്റെ ഭാഗമായിട്ടാണ് അവർ ചില നേതാക്കളെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ ഷാഫി പറമ്പിലിനെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയത്. വടകരയില് അതിശക്തമായ സ്ഥാനാർത്ഥിയായിരുന്നു CPM-ന് ഉണ്ടായിരുന്നത്. ആ സ്ഥാനാർത്ഥിയെ തോൽവിയിലേക്ക് നയിക്കും എന്ന വിധത്തില് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഷാഫി പറമ്പിലിനെ അപ്രതീക്ഷിതമായിട്ട് മുന്നിൽ കൊണ്ടുവന്ന് ഇറക്കിയപ്പോ CPM-ന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി, കൺട്രോളും പോയി, ആകെ പിടുത്തം വിട്ട് രാഷ്ട്രീയമായിട്ട് നേരിടാൻ ആയുധമില്ലാതെ നട്ടം തിരിഞ്ഞ് ഒഴിഞ്ഞു നിന്ന സമയത്താണ് അവർക്ക് പണ്ടേ ശീലമായിട്ടുള്ള കുത്തിത്തിരിപ്പും വർഗീയ കാർഡും ഒക്കെ അങ്ങോട്ട് പുറത്തിറക്കിയത്. ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ പരസ്പര വിശ്വാസം തകർക്കുന്ന തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളാണ് പിന്നീട് അവിടെ അരങ്ങേറിയത്. നമ്മൾ കണ്ടതും വാർത്തകളായതുമൊക്കെ അതാണ്. ഒരു നാടിനെ ആകെ മതത്തിന്റെ പേരിൽ, ഒരു സംസ്ഥാനത്തെ ആകെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ പോകുന്ന തരത്തിലുള്ള നുണക്കഥകൾ അവരങ്ങോട്ട് പടച്ചുവിട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് സോഷ്യൽ മീഡിയയെ മലിനമാക്കിക്കൊണ്ട് ഒരു വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത്. എതിർ സ്ഥാനാർത്ഥി വർഗീയവാദിയാണ്, അതായത് ഷാഫി പറമ്പിൽ വർഗീയവാദിയാണ്, അയാൾ ഭീകരവാദിയാണ് എന്ന രീതിയിൽ, ഇയാൾ ജയിച്ചു പോകാൻ പാടില്ല എന്ന രീതിയിൽ ചിത്രീകരിക്കാനും അതുവഴി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ടുകൾ പൂർണ്ണമായി തങ്ങളുടെ പെട്ടിയിലാക്കാൻ വേണ്ടി AKG സെന്ററിന്റെയോ അല്ലെങ്കിൽ പാർട്ടി ബുദ്ധി കേന്ദ്രങ്ങളുടെയോ ഒക്കെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു ഗൂഢാലോചനയായിരുന്നു ഈ കാഫർ സ്ക്രീൻഷോട്ട് ആ വിഷയം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി സ്വന്തം നാട്ടിലെ മനുഷ്യരുടെ മനസ്സിലേക്ക് വർഗീയതയുടെ വിഷം കുത്തിവെക്കാൻ ഒരു മടിയുമില്ലാത്ത സൈബർ ഗുണ്ടകളെയാണ് പാർട്ടി ഇപ്പോൾ വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കാം നമുക്ക്. കാരണം CPM-നെയോ അല്ലെങ്കിൽ മറ്റ് CPM ഇതര കക്ഷികളെ, ഇടതുപക്ഷ കക്ഷികളെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും തരത്തിൽ എതിർക്കുകയോ ചെയ്യുന്ന പോസ്റ്റുകളുടെയും വീഡിയോകളുടെയും താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ മതി ഈ സൈബർ കമ്മികൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന്. പ്രൊഫൈൽ ഇല്ലാത്ത, അപ്പനില്ലാത്ത കമന്റുകൾ. അത്തരത്തിലുള്ള ഒരു വലിയ വിഭാഗത്തെ വളർത്തിക്കൊണ്ടുവന്ന ഈ സമൂഹത്തിൽ ഒരു ഗുണവുമില്ലാത്ത വലിയൊരു കൂട്ടത്തെ സൃഷ്ടിക്കാനാണ് ഇവിടുത്തെ LDF നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദയനീയപൂർവ്വം പറയാതിരിക്കാൻ വയ്യ. ജനങ്ങളുടെ ഖജനാവിലെ പണം ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് പ്രത്യേക സംഘങ്ങളെ തന്നെ അവർ അന്ന് തീറ്റിപ്പോറ്റിയിരുന്നുണ്ട് എന്ന് ആ ഒരു യാഥാർത്ഥ്യം ഇന്ന് കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണത്. സൈബർ ഇടങ്ങളെ പൂർണ്ണമായിട്ടും അധിക്ഷേപങ്ങൾക്കും വ്യാജരേഖ ഉണ്ടാക്കുന്നതിനും മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിനും വേണ്ടി മാത്രം അവർ ഉപയോഗിച്ചു. 10 വർഷം നീണ്ട ഭരണത്തോടുള്ള ജനങ്ങളുടെ ശക്തമായ ഭരണവിരുദ്ധ വികാരവും ജനവിധിയും പുറത്തു വന്നതിന് ശേഷവും ഈ ഗൂഢാലോചനയുടെ ആഘാതം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയുമ്പോഴാണ് വല്ലാത്ത ദുഃഖം. ഇത് കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലല്ലോ എന്ന്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അരങ്ങേറിയിട്ടുള്ള പല പരാക്രമങ്ങളും ജനങ്ങളെ തല്ലിച്ചതച്ച നൃശംസതകളും അതുപോലെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ന്യായീകരിച്ചവർക്ക് ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ മുഖം കാണിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴും
ഈ ജനവിധിയിലൂടെ ജനങ്ങൾ നൽകിയിട്ടുള്ള കനത്ത തിരിച്ചടിയുടെ ആഘാതത്തിൽ നിൽക്കുന്ന CPM-ന് ഈ വർഗീയ ഗൂഢാലോചനയുടെ ഒരു പുറത്തുവരവ് വലിയൊരു പ്രഹരമായി മാറിയിരിക്കുന്നു എന്നത് ഇപ്പോഴും അവർ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ. തോൽവി തന്നെ അവർ ഉൾക്കൊണ്ടിട്ടില്ല. പലരും ന്യായീകരിച്ചുകൊണ്ട് പ്രഖണ്ഡവാദങ്ങൾ, കടാകടിയിൽ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരം നിലനിർത്താൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള വെറും ഏറുപടക്കങ്ങൾ ഒടുവിൽ സ്വന്തം കയ്യിലിരുന്ന് തന്നെ പൊട്ടി തിമിർന്ന് കൈ തകരുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം എപ്പോഴും മൂടിവെക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ആ വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മാണത്തിന് പിന്നിലെ കണ്ണികൾ ഓരോന്നായി ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. സൈബർ സഖാക്കള് വലയിലാകും. പോലീസിനൊടുവിൽ സത്യം സമ്മതിക്കേണ്ടി വരും. കാരണം നേരത്തെ പിണറായിയുടെ പോലീസാണ്, പിണറായി പറയുന്നത് പോലെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കേണ്ടി വരും. പക്ഷെ ഇപ്പോ കാലം മാറി, കഥ മാറി. ഇപ്പോ സത്യം പുറത്തുകൊണ്ട് വരണം എന്നുള്ള നിലയിലേക്ക് പോലീസിനും അത് ആവശ്യമായി മാറി. അതുകൊണ്ട് തന്നെ പോലീസിന് സത്യം തെളിയിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പാർട്ടി നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുകളാകാം, എതിർപ്പുകളുമാകാം, പരസ്പരം സംസാരിക്കാറുമുണ്ട്, ഒരുപക്ഷെ വിമർശിക്കാറുമുണ്ട്. ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് അതിശക്തമായി വിമർശനങ്ങളും ഒച്ചയും വിളിയും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിനുവേണ്ടി വർഗീയത ഇളക്കി വിടുന്നത് നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത്രയും കാലം നമ്മുടെ കൊച്ചു കേരളത്തിന്റെ മതേതരത്തിന്റെ മുഖം മൂടി അണിഞ്ഞു നടന്നിരുന്ന ഒരു പാർട്ടി വോട്ടിന് വേണ്ടി എത്രത്തോളം തരതാഴുമെന്ന് വടകരയിലെ ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. നുണകൾ കൊണ്ടും വർഗീയ വിദ്വേഷം കൊണ്ടും കെട്ടിപ്പൊക്കുന്ന രാഷ്ട്രീയ കോട്ടകളുണ്ടല്ലോ, ഈ കോട്ടകളെല്ലാം ഒരു ദിവസം തകർന്നടിയുക തന്നെ ചെയ്യും. അധികാരത്തിന്റെ തണലില് എന്തും ചെയ്യാം, എന്തുമാകാമെന്ന് കരുതുന്ന ഭരണാധികാരികളും അവരുടെ അനുയായികൾക്കുമുള്ള അതിശക്തമായ മുന്നറിയിപ്പാണ് ഈ വിവാദത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത്. ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവര് ആരായാലും, അത് ഏത് പാർട്ടി എന്നുള്ളതല്ല, നമ്മുടെ കേരളത്തിനൊരു സംസ്കാരമുണ്ട്, ഒരു ജീവിത സാഹചര്യമുണ്ട്, ഇവിടെ ഉള്ളവരെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ് എന്നൊരു ചിന്തയുണ്ട്. അതിൽ കുറച്ചൊക്കെ വറ്റാതെ ഇനിയും ബാക്കിയുണ്ട്. അതിനെ ഊതിപ്പെരുക്കി കൊണ്ടുവരുന്നതിന് പകരം ഈ അന്തരീക്ഷത്തെ പൂർണ്ണമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആരായാലും അവരെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. Different angles. Don't forget to subscribe and support this channel.